ആസൂത്രണവും നടത്തി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നേരത്തെ നമ്മുടെ സഭയുടെ വാക്താവായിട്ടുള്ള മാത്യു ചന്ദ്രൻകുന്നേൽ അച്ഛൻ പറഞ്ഞു, കുറ്റക്കാരെ സംരക്ഷിക്കില്ല, അവർക്ക് കൂട്ടുനിന്നവരെ സംരക്ഷിക്കില്ല, സഭ നടപടിയെടുക്കുമെന്ന്. ഇത്രയും വ്യക്തമായ കാര്യങ്ങളെല്ലാം വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഫാദർ തേരകത്തിനെതിരെ സഭ ഒരു അന്വേഷണം പോലും നടത്താൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മാപ്പപേക്ഷയിലോ അല്ലെങ്കിൽ സഭാ വിശ്വാസികളുടെ മുമ്പിൽ ഇത്തരത്തിലൊരു മാപ്പ് പറഞ്ഞതുകൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? അത് വെറും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സാമൂഹ്യക്ഷേമ മന്ത്രി കെ ശൈലജ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അതിനുശേഷം താങ്കളിലേക്ക് വരാം. ശ്രീമതി കെ ശൈലജ, ഇപ്പോൾ ഈ ശിശുക്ഷേമ സമിതിയുടെ ഒരു പോരായ്മ കൂടി ഇവിടെ വ്യക്തമാവുകയല്ലേ? ഈ ശിശുക്ഷേമ സമിതിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് കൊള്ളരുതായ്മകൾ ചെയ്യുന്നവർ, ഇപ്പോൾ ഫാദർ തേരകം അദ്ദേഹമാണല്ലോ ശിശുക്ഷേമ സമിതിയിൽ വയനാടിന്റെ ചുമതല വഹിക്കുന്ന ആൾ. പക്ഷേ അദ്ദേഹം തന്നെ ഈ നിയമലംഘനത്തിന് കൂട്ടുനിന്നു. ഈ ഫാദർ റോബിൻ വടക്കുംചേരിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്തു, അതെല്ലാം പുറത്തു വന്നിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ശിശുക്ഷേമ സമിതിക്ക് പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടതാണ്. എന്നാൽ ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം തന്നെ വന്നിരിക്കുന്നു. ഞങ്ങള് വന്ന ഉടനെ തന്നെ ശിശുക്ഷേമ സമിതികൾ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ആലോചന നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള സെലക്ട് കമ്മിറ്റിക്ക് രൂപം കൊടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പൊ സെലക്ട് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന്റെ ചെയർമാനായി ജസ്റ്റിസ് കെ ദിനേശിനെയാണ് നിശ്ചയിച്ചത്. അതിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പെർമിഷൻ കൂടി ആവശ്യമാണ്. ഞങ്ങളിപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാർ മുഖേന അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ അത് അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്ന മുറയ്ക്ക് ഈ ശിശുക്ഷേമ സമിതികളെ ആകെ പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ അതിനിടയിൽ തന്നെ ഈ വയനാട് ശിശുക്ഷേമ സമിതി പ്രത്യേക വിഷയത്തിൽ കാണിച്ചിട്ടുള്ള തരക്കേട് പറഞ്ഞു കേട്ട ഉടനെ തന്നെ അതിനെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് ഞാൻ DCPO-വിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ സെക്രട്ടറി മുഖേന ആവശ്യപ്പെട്ടിരുന്നു. DCPO അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് എനിക്ക് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇതില് പോരായ്മകൾ ഉണ്ട് എന്ന് കണ്ടതിന്റെ ഭാഗമായിട്ട് ഈ വയനാട് ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനെയും ഈ കേസിൽ പ്രതിയായിട്ടുള്ള കന്യാസ്ത്രീയെയും മാറ്റി നിർത്താൻ ആലോചിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മാത്രമേ അതിന്റെ ഉത്തരവിറക്കാൻ സാധിക്കുകയുള്ളൂ. നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇത് മാത്രമല്ല, ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ, ഫാദർ തേരകത്തിനെതിരെയും സിസ്റ്റർ ബെറ്റിക്കെതിരെയും വ്യക്തമായ വിവരങ്ങൾ, അവർ ഈ സംഭവത്തിൽ ഇടപെട്ടു, ഫാദർ റോബിനെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി, അതിന് ശിശുക്ഷേമ സമിതിയെ കരുവാക്കി, ഇത്തരത്തിലുള്ള വ്യക്തമായ വിവരങ്ങൾ സാമൂഹ്യക്ഷേമ വകുപ്പിന് ഇതിനകം തന്നെ കിട്ടിക്കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഈ രണ്ടുപേരെയും മാറ്റാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഉത്തരവിറങ്ങുവാൻ 2 ദിവസം വൈകുമെങ്കിലും. തീർച്ചയായിട്ടും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണിത്. ഇത് മാത്രം കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടുന്നില്ല. വിശദമായി തന്നെ ഇത് മാത്രമല്ല, മറ്റു ചില ശിശുക്ഷേമ സമിതികളിലും പല ക്രമക്കേടുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി, ലോ ഓഫീസർ, DCPO വയനാട്, ഇത് ദത്തെടുക്കുന്നത് സംബന്ധിച്ച വിഭാഗത്തിന്റെ പ്രോഗ്രാം ഓഫീസർ തുടങ്ങിയവരെ അംഗങ്ങളാക്കിക്കൊണ്ട് ഒരു ഉപരി സമിതിയെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുന്നതാണ്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ എന്തെല്ലാമാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് മിനിസ്റ്റർ? ഈ ഫാദർ തേരകത്തിന്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം നിയമലംഘനങ്ങൾ നടന്നു? അന്വേഷണ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പ്രാഥമിക നടപടി സ്വീകരിക്കുകയാണ്. വിശദമായിട്ട് ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം കേസന്വേഷണം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് CWCയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പോരായ്മകളാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ CWCകൾ പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കും. കാരണം യാതൊരു നിയമപരമായിട്ടുള്ള പിൻബലവുമില്ലാതെ അതിനകത്തുള്ള നിയമത്തോട് യാതൊരു തരത്തിലുള്ള പരിഗണനയും കാണിക്കാത്ത വിധമാണ് ഈ ചില ശ്രീമതി കെ ശൈലജ, അല്പം മുമ്പ് അഡ്വക്കേറ്റ് CP ഉദയഭാനു ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ പലരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരിക്കാനും കുറ്റക്കാരല്ലാത്തവരെ നിയമത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുവാനും വരെ തയ്യാറാകുന്നു ഇത്തരക്കാർ. ഈ ഫാദർ തേരകത്തെ പോലുള്ളവരുടെ പ്രവൃത്തികൾ അങ്ങനെ തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടിയെ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഏത് കുട്ടിയെയാണ് ഇപ്പോൾ പോലീസിന്റെ കൈവശം അവർ അത് കണ്ണൂരുള്ള അനാഥാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഇത്തരത്തിലുള്ള ഹീന പ്രവൃത്തികളാണല്ലോ ഈ ശിശുക്ഷേമ സമിതിയുടെ തലപ്പത്തിരുത്തുകൊണ്ട് ഒരാൾ ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായി അന്വേഷണം നടത്തും. നമ്മുടെ ശിശുക്ഷേമ സമിതികൾ പേര് പോലെ തന്നെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സമിതികളാണ്. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ കാണുന്നത്. ഞാൻ പറയുന്നത് ശിശുക്ഷേമ സമിതി പുനഃസംഘടിപ്പിക്കുമ്പോൾ അത് നടത്തിപ്പിന് പൂർണ്ണമായും അർഹതയുള്ള കൈകളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും.
മാത്രമല്ല അതിന്റെ നടത്തിപ്പ് ഗവൺമെന്റ് കർശനമായിട്ട് പരിശോധിക്കും. കുട്ടികളെ ഇതിനകത്തിട്ട് പീഡിപ്പിക്കാത്ത വിധം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ ശിശുക്ഷേമ സമിതികളുടെ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അന്വേഷണം നടത്തുമ്പോൾ ലഭ്യമാകുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആ സമയത്ത് പറയാം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെന്റ് സാമൂഹ്യനീതി വകുപ്പ് തയ്യാറാകുമെന്നുള്ളതാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കിപ്പോൾ പറയാനുള്ളത്. നന്ദി ശ്രീമതി കെ ശൈലജ പ്രതികരിച്ചതിന്. ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, എന്തായാലും സർക്കാരിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു, വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇക്കാര്യം ശ്രീ തോമസ് അൽപ്പമു പറഞ്ഞു, മന്ത്രി പറഞ്ഞു. ഫാദർ തേരകത്തെ പുറത്താക്കിയിരിക്കുകയാണ് ശിശുക്ഷേമ സമിതിയിൽ നിന്നും, സിസ്റ്റർ ബെറ്റിയെയും പുറത്താക്കിയിരിക്കുകയാണെന്ന്. സഭയ്ക്ക് മാത്രം ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. സഭ ഇപ്പോഴും പറയുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ വിചാരണ നടക്കുന്നു എന്നാണ്. സഭയ്ക്കാണല്ലോ ഇത് ആദ്യമേ തന്നെ ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് സഭ പറഞ്ഞത് തെറ്റുകാരാണെങ്കിൽ അവരെ ശിക്ഷിക്കണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മഞ്ജുഷ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇവരുടെ മേൽ അന്വേഷണം നടത്താൻ പാടില്ല എന്ന് സഭ ആരുടെയും മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല. സഭയ്ക്ക് എങ്ങനെ അങ്ങനെ ആവശ്യപ്പെടാൻ കഴിയും? സഭയ്ക്ക് എങ്ങനെ അങ്ങനെ ആവശ്യപ്പെടാൻ കഴിയും? അത് ന്യായമായ ഒരു വാദമല്ല ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ. ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആവശ്യപ്പെടുകയുമില്ല. വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വ്യക്തികള് എന്താണ് തോമസ് പറയാൻ ഉദ്ദേശിച്ചത്? ശ്രീ കെ എഫ് തോമസ്, എന്താണ് താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പുറത്തു വന്നതിന് ശേഷം സഭയുടെ ഭാഗത്തുനിന്നോ ബിഷപ്പിന്റെ ഭാഗത്തുനിന്നോ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും ഫാദർ തോമസ് തേരകത്തിനെതിരെ വന്നിട്ടില്ല. അപ്പോൾ സഭ തീർച്ചയായിട്ടും ഇവരെ സംരക്ഷിക്കുന്നു എന്നൊരു തോന്നലാണ് ഞങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചുള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ള കുറ്റക്കാരായിട്ടുള്ള പുരോഹിതരെ അല്ല ആവശ്യം. സഭയെ സംബന്ധിച്ചിടത്തോളം അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നല്ല നല്ല പുരോഹിതന്മാർ നമ്മുടെ സഭയിൽ മാനന്തവാടി രൂപതയിലുണ്ട്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് സഭയെ നയിച്ച് നമ്മുടെ രൂപതയെയും സഭയെയും ക്രൈസ്തവ വിശ്വാസത്തെയും സംരക്ഷിക്കണം. നല്ല ധാരാളം പുരോഹിതന്മാരുണ്ട്. അതുപോലെ തന്നെ ഫാദർ തോമസ് തേരകം ഈ ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനായി വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഇടപാടുകൾ മുഴുവൻ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഞാൻ വയനാട് ജില്ലാ സൂപ്രണ്ട് ഓഫ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കാരണം വളരെ ദുരൂഹമാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ചില പെൺകുട്ടികൾ പ്രായപൂർത്തിയാകാതെ പ്രസവിക്കുന്ന ചില കേസുകളിൽ ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷാ നടപടി സ്വീകരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിനൊന്നും ഞങ്ങളെതിരല്ല. ആ ന്യായാധിപനെ ഞങ്ങൾ തീർച്ചയായിട്ടും 100% കൂടെ നിൽക്കുന്നു. പക്ഷേ സഭയിലെ ഒരു വൈദികൻ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ന്യായാധിപനായിട്ടുള്ള ഫാദർ തോമസ് തേരകത്തിൻ്റെ നീതിബോധം എവിടെ പോയി എന്ന് ഞങ്ങൾ പാവപ്പെട്ട വിശ്വാസികൾക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അതുമാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് തോമസ് തേരകം, അതുപോലെ തന്നെ റോബിൻ, ബെറ്റി സിസ്റ്റർ ഇവരുടെ ഫോൺ രേഖകളെല്ലാം പരിശോധിക്കണമെന്നുകൂടി ഞാൻ ഈ പരാതിയിൽ SP-ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ രേഖകൾ പരിശോധിക്കാൻ സഭയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന് ഫാദർ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ പരാതി കൊടുത്തതിന് ശേഷം സഭയിലെ 100 കണക്കിന് വിശ്വാസികൾ വന്ന് എന്നെ ഈ വിഷയത്തിൽ സഹായിക്കാം, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ദിവസവും 100 കണക്കിന് ഫോൺ കോളാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സഭാ വിശ്വാസികൾക്ക് കടുത്ത എതിർപ്പുണ്ട്. സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സഭയിൽ തന്നെ മാനന്തവാടി രൂപയിൽ തന്നെ പൗരോഹിത്യത്തിൻ്റെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കുന്ന നിരവധി പുരോഹിതന്മാരുണ്ട്. വളരെ നല്ല രീതിയിൽ ക്രിസ്തുവിൻ്റെ ആശയങ്ങളെയും ക്രൈസ്തവ സഭയെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന പുരോഹിതന്മാരുണ്ട്. അവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഈ കളങ്കിതരായവരെ സംരക്ഷിക്കലല്ല സഭ ചെയ്യേണ്ടത് എന്നാണ് വിശ്വാസി എന്ന നിലയിൽ ഈ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. വിശ്വാസികളുടെ ഈ ആശങ്കയ്ക്ക് മറുപടി നൽകാൻ സഭയ്ക്ക് കഴിയുമോ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ? രൂപത ബിഷപ്പിന്റെ ഫോൺ കോൾ പോലും പരിശോധിക്കണമെന്ന ആവശ്യമാണ് വിശ്വാസി ഉന്നയിക്കുന്നത്. തീർച്ചയായും ഇടവകാംഗമായ തോമസ് വളരെ ന്യായമായ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരങ്ങൾ കിട്ടേണ്ടത് ആവശ്യമാണ്. സഭയത് നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതീക്ഷ മാത്രം പോരെ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ. ഇക്കാര്യത്തിലും സഭയെ സംരക്ഷിക്കുവാൻ സഭയെ സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾ ഇവരുടെ പേരിലും മാപ്പ് പറഞ്ഞൊഴിയുമോ ഈ മാനന്തവാടി ബിഷപ്പ്? ഈ കുറ്റക്കാർ എന്ന് പറയുന്ന ഈ റോബിൻ
വടക്കുംചേരി ഇദ്ദേഹത്തിന്റെ പേരിൽ മാപ്പ് പറയുകയാണല്ലോ ഉണ്ടായത് ഇപ്പോൾ മാനന്തവാടി ബിഷപ്പ്. അതുപോലെ തന്നെ ഈ ഗൂഢാലോചനക്കാരുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഗൂഢാലോചനക്കാരുടെ പേരിലും അദ്ദേഹത്തിന് മാപ്പ് പറഞ്ഞൊഴിയേണ്ടി വരുമോ? മഞ്ജുഷ, ഇപ്പോൾ ഈ മാപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അത് മാനുഷികമായ ഒരു പ്രതികരണം മാത്രമാണ്. തെറ്റ് ചെയ്തിട്ട് മാപ്പ് ചോദിച്ചു എന്നുള്ളത് കൊണ്ട് തെറ്റല്ലാതായി തീരുന്നില്ല. അത് മാനുഷികമായ ഒരു പ്രതികരണം മാത്രമായിട്ടാണ് നമ്മൾ കരുതുക. തെറ്റിന് നിയമാനുസൃതമായ ശിക്ഷകളുണ്ടാകും. ആ ശിക്ഷകൾ തെറ്റ് ചെയ്തവർക്ക് അർഹതപ്പെട്ടതാണ് എന്നാണ് സഭ കരുതുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും മാധ്യമ ചർച്ചകളിൽ മുഴങ്ങിക്കേൾക്കുന്നത് ഈ തെറ്റുകാരെ സംബന്ധിച്ചല്ല, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു, തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് സംരക്ഷണം നൽകി എന്ന മട്ടിലാണ്. അത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ? തെറ്റുകാരെ സംരക്ഷിക്കുന്നവർ എന്തുകൊണ്ട് തെറ്റുകാരായി മാറുന്നില്ല? ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ന്യായമാണോ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലിന്റെ ഈ വാദം? അങ്ങനെ അവര് ഞാൻ പറഞ്ഞു വന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ദയവായി ഞാൻ പറഞ്ഞതൊന്ന് പൂർത്തിയാക്കട്ടെ. തെറ്റുകാരെ പോലെ തന്നെയാണ്, തെറ്റ് ചെയ്യുന്നവരെ പോലെ തന്നെ കുറ്റക്കാരാണ് തെറ്റിനെ സംരക്ഷിക്കുന്നവരും. അതിന് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം. അതിന് സഭയെ മൊത്തമായിട്ട് ശിക്ഷിക്കുകയല്ല വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളത് പൊതു നിയമത്തിലെടുത്ത് നോക്കുക. ഈ സഭയെ പൊതുവായിട്ടെടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ സഭയെ പൊതുവായിട്ടെടുത്ത് പറയുന്നില്ല. സഭയിലെ ചിലർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മാത്രമല്ല, സംരക്ഷകർ ഉണ്ട് എന്ന കാര്യം ഇതിനകം തന്നെ വ്യക്തമായിട്ടുള്ളതുമാണ്. സംരക്ഷകരുടെ കാര്യം പറയേണ്ടി വരും. ഇതിൽ നേരിട്ട് തെറ്റ് ചെയ്തയാൾ എന്തായാലും പോലീസിന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു, ജയിലിലാണ്. പോലീസിനോട് കുമ്പസാരവും നടത്തി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം വയനാട്ടിലെത്തിയത്. ഇനി പോലീസിന്റെ മുന്നിലുള്ള ദൗത്യം ഈ സംരക്ഷകരെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. സഭയുടെ സമ്മർദ്ദം അതിജീവിച്ച് സംരക്ഷകരിലേക്ക് എത്താൻ സർക്കാരിന് കഴിയുമോ? ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്.